മകം, പൂരം, ഉത്രം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അത്തം, ചിത്തിര എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ മെയ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളായിരുന്നാലും കഷ്ടപ്പാടുകളായിരുന്നാലും ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ അതിലെല്ലാം പിന്നിൽ ഒരു കാര്യകാരണമുണ്ട് എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് ചില സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ എത്രയൊക്കെ ഒരു നേട്ടത്തിന് വേണ്ടി പരിശ്രമിച്ചു എന്ന് പറഞ്ഞാലും തുടരെ നിങ്ങൾക്ക് പരാജയങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. എന്നാൽ നേരെമറിച്ച് നിങ്ങളിൽ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ പരിശ്രമം നടത്തുന്നത് എങ്കിൽ നിങ്ങൾ എപ്പോഴും പരിശ്രമിക്കുന്നതിൻ്റെ പാതി പരിശ്രമം മതിയാകും നിങ്ങൾക്ക് വിജയം കാണുവാൻ. എന്നാൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും നിലവിലുള്ള നിങ്ങളുടെ സമയം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി വലിയ ധാരണയില്ല. എന്നാൽ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത അത്ര പ്രാധാന്യമറിയിക്കുന്ന ഒരു ദിവസമാണ് ഈ 8 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയധികം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ ഈ 8 നക്ഷത്രക്കാരിലും മെയ് 7-ാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ കാരണമാകുന്നത് നിങ്ങളിൽ തെളിയുന്ന പാരിജാത രാജയോഗം കൊണ്ടാണ്. അപ്രകാരം നോക്കുമ്പോൾ ഈ പാരിജാത രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ മെയ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി പാരിജാത രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ മെയ് 7-ാം തീയതി വ്യാഴാഴ്ച വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിച്ച കാലം മറന്നു. ഇനി നിങ്ങൾ ഒരല്പം സന്തോഷിച്ചു പോയാൽ തന്നെ അതിനിരട്ടി ദുഃഖം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ജീവിതത്തിലുള്ളത്. മാത്രമല്ല, നിങ്ങൾ ജീവിതത്തിൽ എന്തൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാലും എന്തൊരു കാര്യം പൂർത്തീകരിക്കുവാനായി ഇറങ്ങിത്തിരിച്ചാലും നിങ്ങൾക്ക് അവിടെയെല്ലാം അനുഭവത്തിൽ വരുന്നത് ഒട്ടനവധി കാര്യതടസ്സങ്ങളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സംഘർഷഭരിതമായ അവസ്ഥയിലൂടെയാണ്. ഇതിൽ തന്നെ ചില വ്യക്തികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ പറ്റിയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതായത് നിങ്ങളുടെ ആരോഗ്യത്തിനും കഴിവിനും പരമാവധി നിങ്ങൾ ജീവിതത്തിൽ ധനനേട്ടത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ചെടുക്കുന്ന പണം പോലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ് പല ചിങ്ങം രാശിക്കാർക്കും ഉള്ളത്. പണം കയ്യിൽ നിൽക്കുന്നില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങളുടെ കടബാധ്യതകൾ അധികരിച്ചു വരികയാണ്. അങ്ങനെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ ഫലപ്രകാരം തെളിയുന്നതനുസരിച്ച് ഈ പാരിജാത രാജയോഗം നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വലിയ ഒരു വഴിത്തിരിവായിരിക്കും സൃഷ്ടിക്കുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി
ഈ മെയ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്ന ദിവസം മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറയാനാണെങ്കിൽ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ മനസ്സിൽ അത്രയധികം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ചില ശുഭവാർത്തകളുണ്ട്. അതായത് ആ ഒരു കാര്യം ഭംഗിയായി നടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റെന്തിനേക്കാളും നിങ്ങൾ അതിന് വില കൽപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രാധാന്യം നൽകുന്ന എന്തോ ഒരു ശുഭകാര്യം നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ 7-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ഇനി പാരിജാത രാജയോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്ന ഈ ഒരു സമയത്ത് ചിങ്ങം രാശിക്കാർക്ക് വളരെ വലിയ ഒരു മാറ്റം നിങ്ങളുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് അനുഭവത്തിൽ വരും. അതായത് നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരെ നിങ്ങൾക്ക് പരിഹാരം കാണേണ്ട ചില സാമ്പത്തിക പ്രതിസന്ധികളെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉത്തരമില്ല എന്നതാണ് സത്യം. എന്നാൽ നിങ്ങൾ പോലും അതിശയിക്കുന്ന തരത്തിൽ ചില ധനനേട്ടങ്ങൾ ഈ മെയ് മാസം 7-ാം തീയതി ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുവാനിരിക്കുന്ന ഒരു ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഇത്. കാരണം അന്നേ ദിവസം നിങ്ങൾ മുതൽ മുടക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു നഷ്ടമുണ്ടാകില്ല. നേരെമറിച്ച് അന്നേ ദിവസം നിങ്ങൾ തുടങ്ങി വെക്കുന്ന കാര്യം എന്തു തന്നെയായിരുന്നാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളും സന്തോഷവും മാത്രമായിരിക്കും സമ്മാനിക്കുന്നത്. ഇനി ഈ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ കർമ്മമേഖലയിൽ നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്ന ഒരു നേട്ടമോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമോ ആകാം. എന്തുതന്നെയായിരുന്നാലും ഇത് നിങ്ങളുടെ ജീവിതത്തിന് നൽകുവാൻ പോകുന്നത് വളരെ ഗുണകരമായ ഒരു മാറ്റമാണ്. ഒപ്പം തന്നെ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. പ്രത്യേകിച്ച് ഇന്ന് ഈ അധ്യായം കാണുന്ന ചില വ്യക്തികൾ കുടുംബത്തിലുള്ള മനസ്സമാധാനക്കേടുകൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകും എന്ന് മാത്രമല്ല, വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ മെയ് 7-ാം തീയതി സിദ്ധിക്കുവാൻ പോകുന്ന രാജയോഗം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സമയമാണ് വന്നു ചേരുന്നത്. അതായത് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയോടെ ജീവിതത്തിലെ ഒട്ടനവധി സന്തോഷങ്ങൾ കാണുവാൻ മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് ഭാഗ്യം തെളിയുകയാണ്. ഇനി രണ്ടാമതായി ഈ മെയ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച തെളിയുന്ന പാരിജാത രാജയോഗം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരിലാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അത്രയും ദുരിതം മറ്റൊരാളും അനുഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതായത് പലർക്കും തിരിച്ചറിവായ പ്രായം മുതൽ ഇന്ന് വരെ നിങ്ങളുടെ ജീവിതം ദുരിതത്തിൻ്റെ പടുകുഴിയിലാണ് എന്നതാണ് അവസ്ഥ. എന്നിരുന്നാൽ പോലും പലപ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ നിങ്ങളെ കൊണ്ട് ആകുന്ന വിധത്തിൽ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വന്നാൽ മനസ്സ് പതറിപ്പോകും എന്നത് വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. എന്നാൽ എത്രയൊക്കെ കഷ്ടപ്പാട് നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും
നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില മാറ്റങ്ങളാണ് ഈ പാരിജാത രാജയോഗം കൊണ്ട് ഉണ്ടാകുവാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ആദ്യമായി തന്നെ നിങ്ങളിൽ തെളിയുവാൻ പോകുന്ന പാരിജാത രാജയോഗം കൊണ്ട് മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്നത് ചില തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളിൽ നിന്നുള്ള മുക്തിയായിരിക്കും. അതായത് നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ നേരിട്ടിരുന്നു. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന കാര്യതടസ്സങ്ങൾ ഏത് മേഖലയിലായിരുന്നാലും അത് നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന സമയമാണ് ഇത്. ഇനി കുറച്ചുകൂടി വ്യക്തമായി പറയുമ്പോൾ വിവാഹത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് നാളുകളായി തടസ്സം അനുഭവിച്ചിരുന്ന മീനം രാശിക്കാർക്ക് ഇത് ഭാഗ്യസമയമാണ്. അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഏറ്റവും ശുഭകരമായ ഒരു മാറ്റമാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന് നൽകുവാൻ പോകുന്ന സന്തോഷം അത്ര വലുതാണ്. അപ്പോൾ മീനം രാശിക്കാരുടെ വീടുകളിൽ ശുഭകാര്യങ്ങൾ നടക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് ഒരു അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുവാൻ പോകുന്ന സമയവുമാണ് ഇത്. അതായത് ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ മീനം രാശിക്കാർക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ജോലിയുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ജോലിയുണ്ട്, എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല താനും. കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു വരുമാനം നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഇനി മറ്റു ചിലർക്കാണെങ്കിൽ മോശമില്ലാത്ത ശമ്പളം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ നിങ്ങളിൽ നിന്ന് സമ്പത്ത് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന ആ ഒരു ദുരവസ്ഥ ഈ രാജയോഗം നിങ്ങളിൽ തെളിയുന്നതോടെ പൂർണ്ണമായി ഇല്ലാതാകുവാൻ പോവുകയാണ്. അതായത് ദുർച്ചിലവുകളില്ലാതെ പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ വരുമാനം പല സ്രോതസ്സുകളിൽ നിന്നായി വർദ്ധിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യകരമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് പുതിയ തൊഴിലവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ചില മീനം രാശിക്കാരെ തേടി പുതിയ ചില അവസരങ്ങൾ വന്നെത്തുവാൻ പോകുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ നിസ്സാരമായി തള്ളിക്കളയാതെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ മീനം രാശിക്കാർ ശ്രദ്ധിക്കുക. ഇന്ന് ഈ അധ്യായം കാണുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരിൽ ചില വ്യക്തികൾ എന്തൊക്കെയോ തർക്കങ്ങളിൽപ്പെട്ട് വല്ലാത്ത മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയോ തരത്തിലുള്ള വസ്തുതർക്കങ്ങളോ നിയമപരമായ ചില പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നത് വല്ലാത്ത പ്രതിസന്ധികളാണ്. മാത്രമല്ല, നിങ്ങളെ ദ്രോഹിക്കുവാനായി തന്നെ മറ്റു ചിലർ നിരന്തരം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി തെളിയുന്നതോടെ മീനം രാശിക്കാർക്ക് ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാനും ഒപ്പം തന്നെ നിങ്ങളെ ദ്രോഹിച്ചവർക്ക് തിരിച്ചടി ലഭിക്കുന്നത് കാണുവാനുമുള്ള യോഗമുണ്ടാകും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ മെയ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച മീനം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. അപ്പോൾ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായ ഒരു രീതിയിലേക്ക് മാറുവാൻ പോകുന്ന ദിവസമാണ് ഈ മെയ് 7-ാം തീയതി എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി മൂന്നാമതായി പാരിജാത രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിയിൽ പിറന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം
നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു അഗ്നിപരീക്ഷയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദുഃഖങ്ങൾ സമ്മാനിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ നല്ല രീതിയിൽ അവസാനിക്കും എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചടിയാണ് ജീവിതത്തിൽ നൽകിയിട്ടുള്ളത്. ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് ചില കന്നിരാശിയിൽ പിറന്ന വ്യക്തികളുടെ കുടുംബ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയെ പറ്റിയാണ്. കാരണം ഒന്ന് മാറുമ്പോൾ ഒന്നായി ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുടുംബത്തിലുള്ളവർ തമ്മിൽ പരസ്പര സ്നേഹമില്ലാതെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിനുള്ളിൽ ഉള്ളത്. മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം വളരെ വലുതാണ്. എന്നാൽ ഈ പാരിജാത രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി തെളിയുന്ന ഈ 7-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് കുടുംബത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ സംസാരിച്ച് നിങ്ങളെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയുകയും അതുപോലെ കന്നിരാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായി തുടങ്ങുകയും ചെയ്യുന്ന ദിവസമായിരിക്കും. ഇനി അതുമാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചില ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാർ ചില വലിയ കടബാധ്യതകളിൽപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. കാരണം നിങ്ങളുടെ വരുമാനമനുസരിച്ച് നോക്കിയാൽ കടബാധ്യത ഉടനെയെങ്ങും പരിഹരിക്കുവാനുള്ള ഒരു വഴിയും നിങ്ങൾക്ക് മുൻപിലില്ല. ആ കടബാധ്യത പരിഹരിക്കണമെന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അതൊന്നും വേണ്ട രീതിയിൽ നടത്തിയെടുക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കില്ല. എന്നാൽ അങ്ങനെ എല്ലാ വിധത്തിലും സാമ്പത്തിക തകർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ രാജയോഗം നിങ്ങളെ തുണയ്ക്കും. ഏറ്റവും പ്രധാനമായി ഈ 7-ാം തീയതി വ്യാഴാഴ്ച നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് ഒരു ധനസഹായം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. ഇനി ആ ഒരു അനുഭവം ചില ആളുകൾക്ക് മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും മറ്റു ചില മീനം രാശിക്കാർക്ക് മറ്റ് വ്യത്യസ്തമായ രീതികളിലൂടെയുള്ള ധനവരവും പ്രതീക്ഷിക്കാം. എന്തുതന്നെയായിരുന്നാലും നിങ്ങളുടെ ഇല്ലായ്മകളെയും ദുരിതത്തെയും അവസാനിപ്പിക്കുവാൻ ഈ പ്രപഞ്ചശക്തി തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നല്ല കാര്യങ്ങൾ നടക്കുമെന്നും നിങ്ങൾക്ക് ധനവരവ് ഉണ്ടാകുമെന്നും നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. കാരണം നിങ്ങളുടെ വിശ്വാസത്തിനും ഈ ഒരു സമയത്ത് വളരെ പ്രാധാന്യമുണ്ട്. അതായത് നിങ്ങൾ നല്ലത് ചിന്തിച്ചാൽ നല്ലത് നടക്കും. ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ കന്നിരാശിക്കാർ ഒരു വിദേശ ജോലിക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടും അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിങ്ങൾക്ക് നിലനിൽക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹവുമായി അതിനുവേണ്ട എല്ലാ നടപടികളും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഉടനടി നടപ്പിലാകുവാൻ പോവുകയാണ്. ആഗ്രഹം പൂർത്തീകരിക്കുവാൻ കഴിയും എന്നത് മാത്രമല്ല, നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങളുടെ കുടുംബം തന്നെ ഒരു ഉന്നതിയിലേക്ക് എത്തും. അപ്പോൾ ഇതേ സമയം തന്നെ കന്നിരാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കും സന്തോഷിക്കുവാൻ കഴിയുന്ന സമയമാണ്. കാരണം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും അവർ കരസ്ഥമാക്കുകയും നിങ്ങൾക്ക് അഭിമാനം കൊള്ളുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങൾ അവരെ തേടിയെത്തുകയും ചെയ്യും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ മെയ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് ഏറ്റവും മികച്ച ദിവസമായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ മെയ് 7-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് നിങ്ങളിൽ തെളിയുന്ന രാജയോഗം കൊണ്ട് ഒട്ടനവധി ജീവിത നേട്ടങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.